Dear students, all are welcome to Commerce for HSS YouTube channel. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കൊമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാം വർഷ അക്കൗണ്ടൻസിയുടെ 6ാം അധ്യായമായ ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഈ ചാപ്റ്ററിനകത്ത് classification of errors. What are the different types of errors? ബിസിനസ്സിൻ്റെ വിവിധതരം ഇടപാടുകൾ നമ്മൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ജേർണൽ എൻട്രീസ് ആണ്, അല്ലേ? അത് നമ്മളെല്ലാ ഇടപാടുകളും രേഖപ്പെടുത്തുന്നത് ജേർണൽ എൻട്രിയിലാണ്. ദെൻ ജേർണൽ എൻട്രിയിൽ രേഖപ്പെടുത്തിയ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നു? ലെഡ്ജർ അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതുകയാണ്, പോസ്റ്റ് ചെയ്യുകയാണ്. ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വിവിധ ക്ലാസ്സുകളായി പഠിച്ചതാണ്. ജേർണൽ എഴുതുന്ന സമയത്ത് ചില തെറ്റുകൾ, മിസ്റ്റേക്കുകൾ വരാം. അതുപോലെ തന്നെ ജേർണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് മാറ്റിയ സമയത്ത് എന്ത് ചെയ്യാം? ചില മിസ്റ്റേക്കുകൾ വരാം. ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്ന സമയത്ത് മിസ്റ്റേക്ക് വരാം. ഇത്തരം എറേഴ്സുകളെയാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മേ ബി ഇൻഗേർഡ്, എറേഴ്സ് മേ ബി ഇൻഗേർഡ് അറ്റ് ദ ടൈം ഓഫ് recording of transactions in the journal or subdivisions of journal. നമ്മൾ സബ്ഡിവിഷൻസ് പഠിക്കും. ക്യാഷ് ബുക്ക്, അല്ലെ, പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺസ് ഡേ ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ഡേ ബുക്ക്. ഇത്തരം സബ്സിഡറി ബുക്കുകളിലോ അല്ലെങ്കിൽ ജേർണലുകളിലോ രേഖപ്പെടുത്തുന്ന സമയത്ത് എന്ത് ചെയ്യാം? എറേഴ്സ് വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ വെൻ വി പോസ്റ്റിംഗ് ടു ലെഡ്ജർ, ജേർണൽ എൻട്രി എന്ത് ചെയ്യാം? ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്തും മിസ്റ്റേക്സ് വരാം, അതിൻ്റെ എറേഴ്സ് വരാം, തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്ന സമയത്ത് എറേഴ്സ് വരാം. അപ്പോൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇറ്റ്സ് നേച്ചർ. അപ്പോൾ ഈ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ തെറ്റുകളുടെ സ്വഭാവം അനുസരിച്ച് ഇതിനെ വിവിധ ഗ്രൂപ്പുകളായി അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. നമുക്ക് നോക്കാം. എറേഴ്സ് നമുക്ക് പൊതുവെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് വരുന്നത് ക്ലറിക്കൽ എറേഴ്സ്. Clerical errors means errors which may be occurred due to the mistake of clerical staff. നമ്മൾ രേഖപ്പെടുത്തുന്നതിൻ്റെ ക്ലറിക്കൽ സ്റ്റാഫിൻ്റെ അശ്രദ്ധ കൊണ്ട് ഉണ്ടാകുന്ന എറേഴ്സിനാണ് എറേഴ്സ് ഓഫ് ക്ലറിക്കൽ എറേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. another error is error of principles. അതായത് നമ്മൾ നേരത്തെ അക്കൗണ്ടിങ് റൂൾസ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഒരുപാട് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ വിവിധ ക്ലാസ്സുകളിലായി പഠിച്ചിട്ടുണ്ട്. ഇത്തരം റൂൾസ് അല്ലെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ വരുന്ന വയലേഷൻ അത് തെറ്റായ രീതിയിൽ രേഖപ്പെടുത്താം, പ്രിൻസിപ്പിൾസിനെ വിരുദ്ധമായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ അങ്ങനെ വരുന്നതാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതിൽ നമുക്ക് വിവിധ ക്ലാസ്സുകളാക്കാം. ഒന്നിന് പറയുന്നത് എറർ ഓഫ് കമ്മീഷനാണ്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് എറർ ഓഫ് കമ്മീഷൻ. എറർ ഓഫ് കമ്മീഷൻ മീൻസ് വരുന്നത് ഒന്ന് റോങ് പോസ്റ്റിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് തെറ്റായ രീതിയിൽ പോസ്റ്റ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ പർച്ചേസ്ഡ് മെഷീനറി ഫോർ ₹25,000 entered in cash book correctly but posted to machinery account as ₹2,500. ഇപ്പോൾ മെഷീനറി വാങ്ങിച്ചു, 25,000 രൂപയുടെ മെഷീനറി വാങ്ങിച്ചു. അത് മെഷീനറി വാങ്ങിക്കാൻ നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷനാണ്. ക്യാഷ് ട്രാൻസാക്ഷൻ ആകുമ്പോൾ എന്താണ്? ക്യാഷ് ബുക്കിലാണ് ആദ്യം രേഖപ്പെടുത്തുന്നത്. ക്യാഷ് ബുക്കിൽ 25,000 രൂപ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം? മെഷീനറി അക്കൗണ്ടിലേക്ക് മാറ്റിയ സമയത്ത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് 25,000 പകരം 2,500 രൂപ. അപ്പോൾ ഇതാണ് ഇങ്ങനെയുള്ള എറേഴ്സിനാണ് റോങ് പോസ്റ്റിംഗ് വരിക, തെറ്റായ രീതിയിൽ പോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ലെഡ്ജർ അക്കൗണ്ടിനകത്തേക്ക് ലെഡ്ജർ പോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? മിസ്റ്റേക്സ് വരാം. റോങ് ടോട്ടലിംഗ് ഓർ റോങ് ബാലൻസിങ് ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ടുകൾ തെറ്റായ ടോട്ടൽ ചെയ്യാം, തെറ്റായി. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കാഷ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, ഇങ്ങനെ പല അക്കൗണ്ടുകൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്, അല്ലേ? ഇപ്പം ഇത്തരം അക്കൗണ്ടുകൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? മിസ്റ്റേക്സ് വരാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? ബാലൻസിങ് ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ടുകളുടെ ബാലൻസ് കണ്ടുപിടിക്കാം. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് കണ്ടുപിടിക്കുന്നു. ഒരു അക്കൗണ്ടുകളുടെയും ബാലൻസ് എത്രയാണ്, ക്ലോസിംഗ് ഡേറ്റുള്ള ബാലൻസ് എത്രയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ സമയത്തും വരുന്ന മിസ്റ്റേക്കുകളാണ് എറർ ഓഫ് കമ്മീഷനിൽ വരുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് റോങ് ടോട്ടലിംഗ് ഓർ റോങ് ബാലൻസിങ് ഓഫ് അക്കൗണ്ട്സ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഡെബിറ്റ് സൈഡ് ഓഫ് പർച്ചേസ് അക്കൗണ്ട് ടോട്ടൽ റോങ്ലി ആസ് 1,54,000 ഇൻസ്റ്റെഡ് ഓഫ് 1,45,000. ഇപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്
ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 1,40,000 വേണ്ടത് 1,54,000 മാറി. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഡെബിറ്റ് സൈഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡോ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഡെബിറ്റ് സൈഡോ ക്രെഡിറ്റ് സൈഡോ ഉണ്ട് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് വ്യത്യാസം വരാം, മിസ്റ്റേക്ക് വരാം. അപ്പം ടോട്ടലിങ് അപ്പോൾ അത് ബാലൻസിനെ ബാധിക്കും അല്ലേ. അപ്പോൾ ഒരു സൈഡ് ഇപ്പം ഡെബിറ്റ് സൈഡ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യാം, ഡിഫറൻസ് വരാം. അപ്പം അങ്ങനെ റോങ് ടോട്ടലിംഗ് ഓർ ബാലൻസിങ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഈസ് another ടൈപ്പ് ഓഫ് എറർ ഓഫ് കമ്മീഷൻ. മറ്റൊരു എറർ ഓഫ് കമ്മീഷൻ വരുന്നത് റോങ് റെക്കോർഡിംഗ് ഓഫ് എമൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. അപ്പോൾ നമ്മൾ ജേണൽ എൻട്രി എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ സബ്സിഡറി ബുക്സ് ക്യാഷ് ബുക്കിലോ പർച്ചേസ് ഡേ ബുക്കൊക്കെ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യാം, എമൗണ്ട് തെറ്റായിട്ട് വരാം. റോങ് റെക്കോർഡിംഗ് ഓഫ് എമൗണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ റെൻറ്റ് പെയ്ഡ് 5,400 വാസ് എൻറ്റേർഡ് ആസ് ₹4,000. അപ്പോൾ നമ്മൾ ആക്ച്വലി റെൻറ്റ് പെയ്തിരിക്കുന്നത് 5,400 രൂപ റെൻറ്റ് കൊടുത്തു. പക്ഷെ അതെന്ത് ചെയ്യാം, നമ്മൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് 5,400 പകരം 4,500 മാറിപ്പോയി, എമൗണ്ട് മാറിപ്പോകാം. അപ്പോൾ അതും ഒരു എറർ ഓഫ് കമ്മീഷനിൽ വരുന്ന ഒരു മിസ്റ്റേക്കാണ്. റോങ് റെക്കോർഡിംഗ് ഓഫ് എമൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. അപ്പോൾ ഒറിജിനൽ റെക്കോർഡ് നമ്മൾ ഫസ്റ്റ് എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, ജേണൽ എൻട്രിയിലോ അല്ലെങ്കിൽ സബ്സിഡറി ബുക്കിനകത്തോ ഇടപാടുകൾ രേഖപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ എമൗണ്ടിൽ വ്യത്യാസം മാറും, എമൗണ്ട് മാറിപ്പോകാം, അത് തെറ്റായ എമൗണ്ട് രേഖപ്പെടുത്താം. അതും എന്താണ് എറർ ഓഫ് കമ്മീഷനിൽ വരുന്ന ഒരുതരം മിസ്റ്റേക്കാണ്. മറ്റൊരു തരം എറർ ഓഫ് പറയുന്നത് എറർ ഓഫ് കാസ്റ്റിംഗ് ഓഫ് സബ്സിഡറി ബുക്സ്. അത് സബ്സിഡറി ബുക്ക് നമ്മൾ പറഞ്ഞാൽ പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, ക്യാഷ് ബുക്ക്, ഇങ്ങനെയുള്ള സബ്സിഡറി ബുക്കുകൾ ടോട്ടൽ ചെയ്യാം. കാസ്റ്റിംഗ് മീൻസ് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് വരാം. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സെയിൽസ് ഡേ ബുക്ക് ടോട്ടൽ ഡേസ് ₹25,000 ഇൻസ്റ്റെഡ് ഓഫ് 27,000. ഇപ്പോൾ ശരിക്കും 27,000 രൂപയാണ് വേണ്ടിയിരുന്നത്. പക്ഷേ ടോട്ടൽ ചെയ്തപ്പോൾ എന്തായി, നമുക്ക് 25,000 രൂപ കിട്ടിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള എറേഴ്സ്, അതായത് സബ്സിഡറി ബുക്കുകൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എറർ ഓഫ് കമ്മീഷനാണ്. അപ്പോൾ സെയിൽസ് ഡേ ബുക്കിൽ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് വ്യത്യാസം വരാം, പർച്ചേസ് ഡേ ബുക്കിൽ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് വ്യത്യാസം വരാം, ക്യാഷ് ബുക്ക് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് വ്യത്യാസം വരാം. അപ്പോൾ അങ്ങനെ വരുന്ന എറേഴ്സിനാണ് റോങ് കാസ്റ്റിംഗ് ഓഫ് സബ്സിഡറി ബുക്ക്. ഇറ്റ് ഈസ് ഓൾസോ എറർ ഓഫ് കമ്മീഷൻ. എറർ ഓഫ് കമ്മീഷനിൽ മറ്റൊരു എററാണ് റോങ് കാസ്റ്റിംഗ് ഓഫ് സബ്സിഡറി ബുക്സ് എന്നോട്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് വരുന്നതാണ് എറർ ഓഫ് ഒമിഷൻ. ഒമിഷൻ മീൻസ് ഒമിഷൻ ഇൻ ദ ഒറിജിനൽ എൻട്രി ഓർ പോസ്റ്റിംഗ് ടു ലെഡ്ജർ അക്കൗണ്ട്. ഒമിഷൻ മീൻസ് എന്താണ്, വിട്ടുപോകാം, നമ്മൾ ഏതെങ്കിലും ഒരു ഇടപാട് രേഖപ്പെടുത്താൻ വിട്ടുപോകാം. ഒന്നുകിൽ നമ്മൾ ഒറിജിനൽ എൻട്രി, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് ഇപ്പോൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി, അല്ലെങ്കിൽ ജേണൽ എൻട്രി എഴുതാൻ വിട്ടുപോകാം. അപ്പോൾ അത് ഒന്നുകിൽ മുഴുവനായിട്ടും വിട്ടുപോകാം, ഒറിജിനൽ എൻട്രി റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോകാം, അല്ലെങ്കിൽ ഓർ പോസ്റ്റിംഗ് ടു ലെഡ്ജർ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ പർച്ചേസ്ഡ് ഗുഡ്സ് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തു, പക്ഷേ എന്തില്ല, പർച്ചേസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി, പർച്ചേസ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോകാം. അപ്പോൾ ഒറിജിനൽ എൻട്രിയിലോ അല്ലെങ്കിൽ അധികം പോസ്റ്റിങ്ങിലോ ഒരു എൻട്രി വിട്ടുപോകുകയാണെങ്കിൽ അങ്ങനെയുള്ള എറേഴ്സിനാണ് എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, ഫസ്റ്റ് തന്നെ ജേണൽ എൻട്രി എഴുതാൻ വിട്ടുപോകാം, അല്ലെങ്കിൽ ക്യാഷ് ബുക്കിൽ എഴുതാൻ വിട്ടുപോകാം, അല്ലെങ്കിൽ പർച്ചേസ് ഡേ ബുക്കിൽ എഴുതാൻ വിട്ടുപോകാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിട്ടുപോകാം. രണ്ട് സൈഡും പോസ്റ്റ് ചെയ്യണം, ഡെബിറ്റ് സൈഡും പോസ്റ്റ് ചെയ്യണം, ക്രെഡിറ്റ് ആസ്പെക്റ്റും പോസ്റ്റ് ചെയ്യണം. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വിട്ടുപോകാം. അപ്പോൾ അങ്ങനെയുള്ള എറേഴ്സിനാണ് എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. എറർ ഓഫ് ഒമിഷൻ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് എറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ. കംപ്ലീറ്റ് ഒമിഷൻ മീൻസ് കംപ്ലീറ്റ്ലി omitted from recording in the books of original entry, original books of records. അപ്പോൾ ഒറിജിനൽ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ടും രേഖപ്പെടുത്താൻ വിട്ടുപോകുകയാണെങ്കിൽ അതാണ് കംപ്ലീറ്റ് ഒമിഷൻ. എക്സാമ്പിൾ പറഞ്ഞത് ക്രെഡിറ്റ് സെയിൽസ് ടു രമേഷ് നോട്ട് എൻറ്റേർഡ് ഇൻ സെയിൽസ് ബുക്ക്. ഇപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ടു രമേഷ് നമ്മൾ ഏത് ബുക്കാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതെ സെയിൽസ് ഡേ ബുക്ക് അല്ലേ. അപ്പോൾ സെയിൽസ് ഡേ ബുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ വിട്ടുപോയി. അപ്പോൾ സെയിൽസ് ഡേ ബുക്കിൽ എഴുതാൻ വിട്ടുപോയാൽ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യാം, രമേഷ് അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്യില്ല. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോവുകയാണെങ്കിൽ അതാണ് പറയുക കംപ്ലീറ്റ് ഒമിഷൻ. പൂർണ്ണമായിട്ടും രേഖപ്പെടുത്താതെ വിട്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒമിഷനാണ് എന്താ പറയുക, കംപ്ലീറ്റ് ഒമിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് വരുന്നത് എറർ ഓഫ് പാർഷ്യൽ ഒമിഷനാണ്. പാർഷ്യൽ ഒമിഷൻ മീൻസ് പാർഷ്യലി ഒമിറ്റഡ് ഫ്രം റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നിന്ന് ക്രെഡിറ്റ് സെയിൽസ് ടു രമേഷ് എൻറ്റേർഡ് ഇൻ സെയിൽസ് ബുക്കിൽ എഴുതി ബട്ട് നോട്ട് പോസ്റ്റഡ് ടു രമേഷ് അക്കൗണ്ട്. സെയിൽസ് ഡേ ബുക്കിൽ രേഖപ്പെടുത്തി ക്രെഡിറ്റ് സെയിൽസ് ടു രമേഷിന് സാധനം കടമായി വിറ്റു. അപ്പോൾ അത് ആദ്യം രേഖപ്പെടുത്തുന്നത് എവിടെയാണ്, സെയിൽസ് ഡേ ബുക്കിലാണ്. അപ്പോൾ സെയിൽസ് ഡേ ബുക്കിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ എന്ത് ചെയ്യാം, രമേഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ
അപ്പോൾ അങ്ങനെ വരുന്ന എറേഴ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുക, പാർഷ്യൽ ഒമിഷൻ എന്ന് ചെയ്യാം. ഏതെങ്കിലും ഒരു ഭാഗം വിട്ടുപോകാം. ഒന്നുകിൽ ഡെബിറ്റ് ആസ്പെക്റ്റോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ആസ്പെക്റ്റോ എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിട്ടുപോവുകയാണെങ്കിൽ സച്ച് എറേഴ്സ് ആർ കോൾഡ് പാർഷ്യൽ ഒമിഷൻ. എറേഴ്സ് ഓഫ് പാർഷ്യൽ ഒമിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് വരുന്നതാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ വയലേഷൻ ഓഫ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അറ്റ് ദ ടൈം ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ നമ്മൾ ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന സമയത്ത് നേരത്തെ നമ്മൾ പഠിച്ചിരിക്കുന്ന ചില പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ല, കുറേ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്തരം പ്രിൻസിപ്പിൾസ് വയലേറ്റ് ചെയ്യുക, തെറ്റായ രീതിയിൽ എഴുതാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ പർച്ചേസ് ഓഫ് മെഷീനറി ഡെബിറ്റ് ടു പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് ഓഫ് മെഷീനറി നമുക്ക് അവിടെ എന്താണ്, മെഷീനറി ഈസ് ആൻ അസറ്റ് അല്ലേ, അസറ്റാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ എന്താ പർച്ചേസ് അക്കൗണ്ട് എക്സ്പെൻസ് ആണ്. അപ്പോൾ അസറ്റിൽ ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം എക്സ്പെൻസിൽ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾ എറേഴ്സിനെ നമ്മൾ എറർ ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറയും. അതായത് അക്കൗണ്ടിങ് റൂൾസിനോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനോ വിരുദ്ധമായിട്ട് രേഖപ്പെടുത്തുന്ന ഇടപാടുകൾ വരികയാണെങ്കിൽ അത്തരം എറേഴ്സിനെ നമ്മൾ പറയുന്നത് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇൻകറക്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഓർ റെസിപ്റ്റ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. അതായത് നമ്മളിപ്പം എക്സ്പെൻസും അല്ലെങ്കിൽ റെസിപ്റ്റ് അല്ലെങ്കിൽ ഇൻകം എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ രണ്ടായിട്ട് ചെയ്യാം. ഒന്ന് എക്സ്പെൻഡിച്ചർ എടുക്കാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഇൻകം എടുക്കാതെ ക്യാപിറ്റൽ ഇൻകം ആൻഡ് റവന്യൂ ഇൻകം. അല്ലെങ്കിൽ റെസീറ്റ് ആണ് ക്യാപിറ്റൽ റെസീറ്റും റവന്യൂ റെസീറ്റും പറയും. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്ന വ്യത്യാസം, അല്ല അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ. അപ്പോൾ അത് എന്താണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. ഫോർ എക്സാമ്പിൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓഫ് മെഷീനറി ഡെബിറ്റഡ് ടു ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ഇൻസ്റ്റൻറ്റ് ഓഫ് മെഷീനറി അക്കൗണ്ട്. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓഫ് മെഷീനറി, ഇപ്പോൾ നമ്മളൊരു മെഷീനറി വാങ്ങിച്ചാൽ അതിനുണ്ടാകുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അതും എന്താണ് മെഷീനറിയുടെ കോസ്റ്റിൻ്റെ കൂടെയാണ് ആഡ് ചെയ്യേണ്ടത്. കാരണം അതുകൂടി ചേർത്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും മെഷീനറി ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ അത് ഇതേപോലെ വർക്ക് ചെയ്യിക്കാൻ പറ്റൂ അല്ലേ. അപ്പോൾ ഒരു മെഷീനറി ഒരു അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വർക്കിംഗ് കണ്ടീഷനിലാകുന്നവരെ ഉണ്ടാകുന്ന എല്ലാ ചിലവുകളും എന്താണ് അസറ്റിൻ്റെ കോസ്റ്റാണ്. ഇപ്പോൾ മെഷീനറി വാങ്ങിച്ചു കഴിഞ്ഞാൽ മെഷീനറി ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫാക്ടറിയിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ അത് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ ആ പ്രവർത്തിപ്പിക്കാൻ സജ്ജമാക്കുന്നത് വരെ ഉണ്ടാകുന്ന എല്ലാ ചിലവുകളും എന്താണ് മെഷീനറിയുടെ കോസ്റ്റാണ്. ഇപ്പോൾ മെഷീനറിയുടെ കോസ്റ്റ് മെഷീനറി അത് ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ അത് ക്യാപിറ്റൽ ഐറ്റമാണ് അല്ലേ. അപ്പോൾ അതിന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് റവന്യൂ ഐറ്റം ആയിരിക്കും ട്രാൻസ്പോർട്ടേഷൻ അക്കൗണ്ട്, ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് അക്കൗണ്ട്. എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതാണ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ റവന്യൂ ഐറ്റമായി. അപ്പോൾ ക്യാപിറ്റലായിട്ട് ഐറ്റം എടുക്കുന്നതിന് പകരം അത് നമ്മൾ റവന്യൂ ആയിട്ട് എടുത്തു. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെൻസിനോ അല്ലെങ്കിൽ ഒരു റെസീറ്റിനോ ഇത് ക്ലാസിഫൈ ചെയ്യാം. ക്യാപിറ്റൽ എക്സ്പെൻസ് ആണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഐറ്റമാണോ റവന്യൂ ഐറ്റം ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എറേഴ്സ് അതും എന്താണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്നുള്ള രീതിയിലാണ് വരുന്നത്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്നുള്ള ഗ്രൂപ്പിലാണ് അത് ഉൾപ്പെടുന്നത്. നാലാമത്തേതാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് 2 or more errors are committed in such a way that the net effect of these errors on the debit and credit of accounts is nil. ഇപ്പോൾ 2 അതിൽ കൂടുതൽ എററുകൾ ഉണ്ടാവുകയും എററുകൾ ഉണ്ടാകുന്നത് കൊണ്ടുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ എന്ത് ചെയ്യാം, രണ്ടും കൂടി നെല്ലിഫൈ ചെയ്യാം, ഇല്ലാതാകുക. ഒരു എററിനെ മറ്റൊരു എറർ കൊണ്ട് റെക്ടിഫൈ ചെയ്യും, കറക്റ്റ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാതെ എറർ അതിനെ എന്തിനെ ബാധിക്കില്ല, ട്രയൽ ബാലൻസിനെ ബാധിക്കില്ല. ഇപ്പോൾ 2 അതിൽ കൂടുതൽ എററുകൾ ഉണ്ടാവുകയും ഒരു എററിൻ്റെ എഫക്റ്റ് മറ്റൊരു എററിൻ്റെ എഫക്റ്റ് കൊണ്ട് എന്ത് ചെയ്യാം ഇല്ലാതാവുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ള എറേഴ്സിനാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുക. The effect of one error is compensated by another error. Example, purchase daybook overcost by ₹5,000. Salaries account undercost by ₹5,000. പർച്ചേസ് അക്കൗണ്ട് ഓവർകാസ്റ്റ് പർച്ചേസ് അക്കൗണ്ട് ടോട്ടൽ കൂടി. പർച്ചേസ് അക്കൗണ്ട് ടോട്ടൽ കൂടാതെ പർച്ചേസ് നമ്മളിന് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ കൂടും അല്ലേ, എക്സ്പെൻസ് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ പർച്ചേസ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ആണ്. അപ്പോൾ പർച്ചേസ് 5,000 രൂപ കൂടി. അതിൻ്റെ ആ എററിന് എന്തെങ്കിലും സാലറീൻ്റെ അത് എന്തെങ്കിലും അണ്ടർ കാസ്റ്റ് 5,000 രൂപ കുറഞ്ഞു. ഇപ്പോൾ സാലറി പർച്ചേസ് എന്ന് പറഞ്ഞാൽ രണ്ടും എന്താണ് എക്സ്പെൻസ് ആണ്. ഒരു എക്സ്പെൻസ് കൂടി മറ്റൊരു എക്സ്പെൻസ് കുറഞ്ഞു, സെയിം എമൗണ്ട് ആണ്. അപ്പോൾ എന്ത് ചെയ്യും ട്രയൽ ബാലൻസിനെ അത് ബാധിക്കില്ല അല്ലേ. രണ്ടും ഡെബിറ്റ് ബാലൻസ് വരുന്ന അക്കൗണ്ടാണ്. അപ്പോൾ ഒരു അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കൂടുതലും മറ്റൊരു അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കുറയും ചെയ്യുമ്പോൾ എന്താവും രണ്ടും കൂടി ഈക്വലൈസ് ചെയ്യും, നെല്ലിഫൈ ചെയ്യും. അവിടെ അതിൻ്റെ എഫക്റ്റ് ഇല്ലാതിരിക്കും. അങ്ങനെയുള്ള എറേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക കോമ്പൻസേറ്റിംഗ് എറേഴ്സിനോട് ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് വിൽ ഡു നോട്ട് എഫക്റ്റ് ദ ടാലിയിങ് ഓഫ് ട്രയൽ ബാലൻസ്.
ഇപ്പോൾ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് വിൽ നോട്ട് എഫക്റ്റ് ദ ട്രയൽ ബാലൻസ്. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് നേരത്തെ ഞാൻ പറഞ്ഞു അതാണ്. ഇപ്പോൾ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിൽ കൂടുതൽ വന്നു, സാലറീസ് അക്കൗണ്ടിൽ കുറവ് വന്നു. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ രണ്ടും ഡെബിറ്റ് സൈഡിൽ വരുന്ന അക്കൗണ്ട് ആയതുകൊണ്ട് ഒരു അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് കൂടും, മറ്റേ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് കുറയും ചെയ്യുമ്പോൾ ഉണ്ടാവും ഈക്വലൈസ് ചെയ്യും. അപ്പോൾ ഇറ്റ് വിൽ നോട്ട് എഫക്റ്റ് ദി ട്രയൽ ബാലൻസ് ഓർ അഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ് ഇസ് നോട്ട് എഫക്റ്റഡ് ബൈ കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. സെർച്ചിങ് ഫോർ എറേഴ്സ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എറേഴ്സ് കണ്ടുപിടിക്കാം? സെർച്ചിങ് ഓഫ് എറേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് റീകാസ്റ്റ് ദ ടോട്ടൽസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളം ഓഫ് ട്രയൽ ബാലൻസ്. ആദ്യം നമ്മൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കുമ്പോൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണ് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വലൈസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഒന്നുകൂടി എന്ത് ചെയ്യാം, ടോട്ടൽ ചെയ്ത് നോക്കാം, റീകാസ്റ്റ് ചെയ്യാം. ഒന്നുകൂടി ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഒന്നുകൂടി ടോട്ടൽ ചെയ്യും. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് അവിടെ പ്രശ്നമില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക, വീണ്ടും നമ്മൾ ഒന്നുകൂടി 2-3 പ്രാവശ്യം ടോട്ടൽ ചെയ്തു, പക്ഷേ എന്നിട്ടും എന്തെങ്കിലും രണ്ട് സൈഡും കറക്റ്റ് ആകുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേജ് എന്ത് ചെയ്യണം? ദെൻ വി ഹാവ് ടു കമ്പയർ ദ അക്കൗണ്ട് ഹെഡ് ആൻഡ് എമൗണ്ട് ഇൻ ദ ട്രയൽ ബാലൻസ്. ഓരോ അക്കൗണ്ടിൻ്റെയും ഹെഡ് നോക്കുക. അപ്പോൾ ഓരോ അക്കൗണ്ടിൽ നമ്മൾ വിവിധ അക്കൗണ്ടുകൾ വരച്ചിട്ടുണ്ടാവും, അത് ബാലൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അക്കൗണ്ട് ബാലൻസ് തന്നെയാണോ ട്രയൽ ബാലൻസ് മാറ്റി ചെയ്തിരിക്കുന്നത്? അപ്പോൾ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടതാണ്, ട്രയൽ ബാലൻസ് നമ്മൾ ഈക്വലൈസ് ആകുന്നില്ല, ഈക്വൽ ആകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത് ഓരോ അക്കൗണ്ടിനെയും കറക്റ്റായിട്ടുള്ള ബാലൻസ് തന്നെയാണോ ട്രയൽ ബാലൻസിലേക്ക് മാറ്റി ചെയ്തിരിക്കുന്നത്? അപ്പോൾ അക്കൗണ്ട് ബാലൻസും ട്രയൽ ബാലൻസും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ, അവിടെ ചെറിയ മിസ്റ്റേക്കുകൾ ചിലപ്പോൾ അങ്ങനെ വരാം. ഇപ്പം ഫോർ എക്സാമ്പിൾ പർച്ചേസ് അക്കൗണ്ട് ടോട്ടൽ 54,000 നമ്മൾ ട്രയൽ ബാലൻസ് ചെയ്തപ്പോൾ 45,000 മാറിപ്പോകാം, അല്ലെങ്കിൽ ഒരു 0 വിട്ടുപോയി, 54,400 എഴുതിയത്. അങ്ങനെയുള്ള മിസ്റ്റേക്ക് വരാം. അതാണ് കമ്പയർ ചെയ്യണം. അക്കൗണ്ടും ബാലൻസും ട്രയൽ ബാലൻസിൽ എഴുതിയിരിക്കുന്ന എമൗണ്ട് തമ്മിൽ കമ്പയർ ചെയ്യാം. ഇനി അവിടെയും നമുക്ക് റെക്ടിഫൈ കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്ത സ്റ്റേജ് എന്ത് ചെയ്യണം? നെക്സ്റ്റ് കമ്പയർ ദ ട്രയൽ ബാലൻസ് ഓഫ് കറണ്ട് ഇയർ വിത്ത് ദ പ്രീവിയസ് ഇയർ. അപ്പോൾ ഈ വർഷത്തെ ട്രയൽ ബാലൻസും കഴിഞ്ഞ വർഷത്തെ ട്രയൽ ബാലൻസും തമ്മിൽ കമ്പയർ ചെയ്യാം. ചിലപ്പോൾ ചില ഐറ്റംസ് വിട്ടുപോയിട്ടുണ്ടാകും, ചില അക്കൗണ്ടുകൾ നമ്മൾ എഴുതാൻ വിട്ടുപോകാം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ എല്ലാ അക്കൗണ്ടുകളും ഈ വർഷത്തെ ഉണ്ടാകണമെന്നില്ല, ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അത് തമ്മിലൊന്ന് കമ്പയർ ചെയ്താൽ ചിലപ്പോൾ ചില മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കമ്പയർ ഓഫ് ദ ട്രയൽ ബാലൻസ് ഓഫ് കറണ്ട് ഇയർ വിത്ത് ദാറ്റ് ഓഫ് ദ പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷത്തെ കറണ്ട് ട്രയൽ ബാലൻസ് ഈ വർഷത്തെ ട്രയൽ ബാലൻസ് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. പിന്നെ അതും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ബാലൻസ് ഓഫ് ഇൻഡിവിജ്വൽ അക്കൗണ്ട്. പിന്നെ അതിനുശേഷം എന്താ, ഓരോ അക്കൗണ്ട് നമ്മൾ ഇൻഡിവിജ്വൽ അക്കൗണ്ട് എടുക്കുക, അതിൻ്റെ ബാലൻസ് ചെയ്ത് കറക്റ്റാണോ ചെക്ക് ചെയ്യാം. ഓരോ അക്കൗണ്ട്, ഇപ്പോൾ പർച്ചേസ് അക്കൗണ്ട് എടുക്കുന്നു, പർച്ചേസ് അക്കൗണ്ട് രണ്ട് സൈഡും ബാലൻസ് ചെയ്ത് കറക്റ്റാണോ. അടുത്ത സെയിൽസ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഇങ്ങനെ ഓരോ അക്കൗണ്ടും എന്ത് ചെയ്യാം, അതിൻ്റെ ബാലൻസ് അതിൻ്റെ കറക്റ്റ്നെസ് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, മിസ്റ്റേക്കുകൾ കണ്ടെത്താൻ പറ്റും. ചിലപ്പോൾ ചില അക്കൗണ്ടുകളുടെ ബാലൻസ് ചെയ്ത് തെറ്റിക്കണം, അപ്പോൾ അത് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസിൻ്റെ കറക്റ്റ്നെസ് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. എന്നിട്ട് അവിടെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ നെക്സ്റ്റ് എന്ത് ചെയ്യാം, ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ പോസ്റ്റിംഗ് ഇൻ അക്കൗണ്ട്സ് ഫ്രം ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. അപ്പോൾ നമുക്ക് ജേർണൽ എൻട്രിയിലോ അല്ലെങ്കിൽ നമ്മൾ എന്താ സബ്സിഡറി ബുക്സ്, ക്യാഷ് ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, ഇങ്ങനെയുള്ള സബ്സിഡറി ബുക്കുകളിലോ അല്ലെങ്കിൽ ജേർണൽ എൻട്രികളോ എഴുതിയതിൽ നിന്നും ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തത് ഓരോ എൻട്രീസും നമ്മൾ എന്ത് ചെയ്യാം, വെരിഫൈ ചെയ്യാം. അപ്പോൾ എല്ലാ എൻട്രികളും കൃത്യമായിട്ടാണോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, കറക്റ്റ് സൈഡാണോ, കറക്റ്റ് അക്കൗണ്ട് ആണോ എന്ന് വെരിഫൈ ചെയ്യാം. കറക്റ്റ് എമൗണ്ട് ആയിരിക്കണം, കറക്റ്റ് സൈഡ് ആയിരിക്കണം, കറക്റ്റ് അക്കൗണ്ട് ആയിരിക്കണം. അപ്പോൾ അത് ഒന്നുകൂടി എല്ലാ ജേർണൽ എൻട്രികളും ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാ സബ്സിഡറി ബുക്കുകളിൽ എഴുതിയിരിക്കുന്ന എൻട്രീസും ലെഡ്ജർ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റാണോ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ജേർണൽ എൻട്രികളും ലെഡ്ജറിലേക്ക് കൃത്യമായി പോസ്റ്റ് ചെയ്തിട്ടുള്ളതും ചെക്ക് ചെയ്യാം. അതുപോലെ ഓരോ അക്കൗണ്ടുകളെയും ബാലൻസ് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഓരോ അക്കൗണ്ടുകളും കൃത്യമായിട്ട് ട്രയൽ ബാലൻസിനകത്ത് മാറ്റി എഴുതുമ്പോൾ കറക്റ്റായിട്ടാണോ എഴുതി. ഇത്രയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എറേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിനകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്ലാസ്സിൽ നമ്മൾ വിവിധതരം എറേഴ്സുകളെയും അല്ലെങ്കിൽ മിസ്റ്റേക്കുകളെ കൂടി പഠിച്ചു കഴിഞ്ഞു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.